പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇപ്പോൾ സെൻസസിൻ്റെ കാലമാണ്. നമുക്ക് ചില സംശയങ്ങളുണ്ടാവും. ആ സംശയങ്ങൾ നമുക്ക് തീർക്കുന്നതിന് വേണ്ടി എന്നോടൊപ്പം ഉള്ളത് ഇടുക്കി ജില്ല സെൻസസിൻ്റെ ഫീൽഡ് ട്രെയിനറാണുള്ളത്. അദ്ദേഹം നമ്മുടെ നാട്ടുകാരനാണ്. പേര് പരീതി കുഞ്ഞ് ഷംസു എന്നാണ്. ജോലി എന്ന് പറയണ്ടേ? അപ്പം ഈ ഇദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം. സാറേ, ഈ നമ്മുടെ ചാനലിലേക്ക് വന്നതിൽ സന്തോഷം. സെൻസസിനെ കുറിച്ച് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഈ സെൽഫ് എന്യൂമറേഷൻ അതെന്താണെന്ന് പറയാമോ? നമ്മുടെ രാജ്യം 16ാമത് സെൻസസ് പ്രക്രിയക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു. ഈ സെൻസസിന് 2 ഘട്ടങ്ങളാണുള്ളത്. ഇപ്പോൾ 1ാമത്തെ ഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് ഹൗസ് ലിസ്റ്റിംഗ് ആൻഡ് ഹൗസ് സെൻസസ്, അതായത് വീട് പട്ടികയുടെ കണക്കെടുപ്പും വീടുകളുടെ കണക്കെടുപ്പുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് രാജ്യത്ത് സെപ്റ്റംബറോടെ അവസാനിക്കുന്ന ഒരു ഘട്ടമാണ്. ഇതില് അത് പിന്നീടുള്ളത് 2027 ഫെബ്രുവരി 1-ാം തീയതി മുതൽ 28-ാം തീയതി വരെ നടക്കുന്ന പോപ്പുലേഷൻ എന്യൂമറേഷൻ ആണ്. അതാണ് ജനസംഖ്യാ കണക്കെടുപ്പ് എന്ന് പറഞ്ഞത്. ഇപ്പൊ നടക്കുന്ന ജനസംഖ്യാ കണക്കെടുപ്പല്ല, നമ്മുടെ വീടുകളെ കുറിച്ചും നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ, ഈ രാജ്യത്തിന്റെ ഭൗതിക സാഹചര്യങ്ങൾ എന്ന് ഒറ്റയടിക്ക് പറയാം. അതായത് ആളുകളുടെ ആസ്തികളും ഇതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു വീടുകളുടെ പട്ടിക തയ്യാറാക്കലാണ് ആദ്യഘട്ടം. അതായത് ഈ രാജ്യത്തുള്ള ഓരോ വീടുകളും എന്യൂമറേറ്റർ വന്ന് മാർക്ക് ചെയ്ത് ഇതിലുള്ള റോഡുകള്, അവിടെയുള്ള പ്രധാനപ്പെട്ട ലാൻഡ്മാർക്കുകൾ, പള്ളി ഉണ്ടെങ്കിൽ പള്ളി, സ്കൂളുകള്, ആശുപത്രികള്, ഇങ്ങനെയുള്ളത് എല്ലാം രേഖപ്പെടുത്തി പോകും. അതാണ് വീട് പട്ടിക തയ്യാറാക്കൽ എന്ന് പറഞ്ഞാൽ. ഇത് കഴിഞ്ഞാൽ അവര് തന്നെ വന്നിട്ട് ഈ വീടുകളുടെ കണക്കെടുപ്പ് നടത്തും. അതിൽ 34 ചോദ്യങ്ങളാണുള്ളത്. ഇതാണ് സെൻസസിന്റെ 1-ാം ഘട്ടം. 2-ാം ഘട്ടമാണ് നമ്മൾ പറയുന്നത് 2027 ഫെബ്രുവരി 1 മുതൽ 28 വരെ നടക്കുന്ന പോപ്പുലേഷൻ എന്യൂമറേഷൻ, കണക്കെടുപ്പ്. അന്നേരമാണ് ഈ രാജ്യത്ത് എന്തോരം ആളുകൾ ഉണ്ടെന്നും അവരെ കുറിച്ചുള്ള മറ്റു കാര്യങ്ങൾ, ആ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇതുവരെ ആയിട്ടില്ല. അതിന്റെ ഡിസ്കഷൻ നടക്കാൻ എന്തൊക്കെ ചോദ്യം ചോദിക്കുന്നതാണ്. ഇപ്പൊ പറഞ്ഞിരിക്കുന്ന 34 ചോദ്യങ്ങൾ ഇന്ത്യ ഗവൺമെന്റ് ഗസറ്റിൽ വിജ്ഞാപനം ചെയ്ത ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്ക് ഈ 34 ചോദ്യങ്ങൾ ചോദിക്കാൻ എന്യൂമറേറ്റർ ബാധ്യസ്ഥരാണ്. അതേപോലെ തന്നെ ഇതിന്റെ ഉത്തരം നൽകാൻ ഓരോ പൗരനും നിയമപരമായി കടമപ്പെട്ടാണ്. ഒരു എന്യൂമറേറ്റർ വരുമ്പോൾ പറയുവാണ്, നിങ്ങളുടെ വീട്ടിൽ TV ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പറയാൻ ഞാൻ പറയില്ല എന്ന് പറയാൻ പറ്റൂല. കാരണം ഇത് ഗസറ്റ് വിജ്ഞാപനം ചെയ്ത് ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നതാണ്. എല്ലാവരും ഇവര് ചോദിക്കുന്നത് നമ്മുടെ ബാധ്യതയാണ്. ഇല്ലെങ്കിൽ നിയമ നടപടികൾ വരെ സ്വീകരിക്കാൻ സർക്കാർ അധികാരം, പിഴ ചുമത്താനും മറ്റ് ശിക്ഷകൾ. എന്യൂമറേറ്റർ ചോദിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പറയുക, ഹൈഡ് ചെയ്യരുത്. അങ്ങനെ അതുപോലെ തന്നെ എന്യൂമറേറ്റർക്കും ബാധ്യതയുണ്ട്. ചോദിക്കണം. അതുപോലെ തന്നെ ഈ നമ്മുടെ പൗരൻ നൽകിയത് അതുപോലെ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്യണം. അതായത് അയാളുടെ ഇഷ്ടപ്രകാരം പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കും. ഉദാഹരണത്തിന് ചോദിക്കുന്ന ഒരു ചോദ്യം ചോദിച്ചേ. ഉദാഹരണത്തിന് വീടിന്റെ ഇപ്പൊ ആദ്യം വരുന്നത് വീടിന്റെ അവസ്ഥകളെ കുറിച്ചിട്ടാണ്. അപ്പൊ അതില് നമ്മുടെ തറ എന്ത് വസ്തു കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? മാർബിൾ ആണോ, കല്ല് കൊണ്ടാണോ, ചെളിയാണോ, മണ്ണാണോ എന്നുള്ള പലതരത്തിലുള്ള ഇതുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ചോദിക്കും. അവിടെയും പല വീടുകളിലും കാണുന്ന ഒരു പ്രത്യേകതയുണ്ട്. ഈ വീടിന്റെ സിറ്റ് ഔട്ട് എന്നാണ്, ടൈലാണ്. പക്ഷെ ഉള്ളിൽ ചിലപ്പോ കോൺക്രീറ്റ് ആയിരിക്കും, ചിലപ്പോ മണ്ണായിരിക്കും. അപ്പോ ഒരു കൺഫ്യൂഷൻ വരും. അപ്പൊ നമ്മൾ ആദ്യം കാണുന്നതല്ല എഴുതേണ്ടത്, കൂടുതൽ ഭാഗം, ആ വീടിന്റെ കൂടുതൽ ഭാഗം ഏത് മെറ്റീരിയൽ ആണോ ഉപയോഗിച്ചിരിക്കുന്നത് അതാണ് ഉപയോഗിക്കുന്നത്. ഇത് തന്നെയാണ് തറയ്ക്ക് വരുന്നതും ഭിത്തിക്ക് വരുന്നതും മേൽക്കൂരയ്ക്ക്. അപ്പൊ വീടിനെ സംബന്ധിച്ച് 3 ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട്. തറ എങ്ങനെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു, ഭിത്തി എന്ത് വസ്തു കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്, മേൽക്കൂര എങ്ങനെയുള്ളതാണ്, ഇത്തരത്തിലുണ്ട്. അപ്പൊ അത് പറയുമ്പോ ഇപ്പൊ ഒരാള് പെട്ടെന്ന് പറയുമ്പോ എന്യൂമറേറ്റർ ഒന്നും കൂടി ഒന്ന് പരിശോധിച്ച് നോക്കണം. പിന്നെ ഒരു ചോദ്യം, വീടിന്റെ അവസ്ഥ വരുന്നുണ്ട്. ഈ അവസ്ഥ വന്നിട്ട് ഇപ്പൊ ഇത് നല്ല വീടാണ്, അലി മേപ്പാടിന്റെ വീട് പക്കാ വീടാണ്. പക്ഷെ മേപ്പാടം പറയുവാണ്, ഇത് മോശം വീടെന്ന് എഴുതി, കച്ച വീടെന്ന് എഴുതിയാൽ മതി, എന്തെങ്കിലുമൊക്കെ ആനുകൂല്യം കിട്ടൂലോ, അതുകൊണ്ട് അങ്ങനെ എഴുതാൻ പറഞ്ഞാൽ എന്യൂമറേറ്റർ അങ്ങനെ എഴുതാൻ പാടില്ല. കാരണം എന്യൂമറേറ്റർ നോക്കുമ്പോ അയാളുടെ കാഴ്ചയിൽ ഇതുണ്ടല്ലോ, വരണം. പിന്നെ മറ്റൊന്ന്, ഇനിയിപ്പോ ഈ നല്ല വീടിനെ കച്ച വീടെന്ന് എഴുതി ഇതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം ഈ സെൻസസ് ഡേറ്റ എടുക്കുന്നത് വ്യക്തികൾക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള വികസന പ്രക്രിയ ചെയ്യാൻ വേണ്ടി. ചോദിച്ചോട്ടെ, ഇനി ആദായ നികുതി എന്തെങ്കിലും ഇങ്ങനെ കുഴപ്പങ്ങൾ ഉണ്ടാവുമോ ഈ ചോദ്യം? ഈ സെൻസസിന്റെ ട്രെയിനിങ്ങിനിടയിലും
അല്ലാതെയും ഒക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യം ഒന്ന് ആദായ നികുതിയാണ്. പക്ഷെ അത് നമുക്കറിയാം കുറച്ചുകൂടി ഇൻകം കൂടുതലുള്ള ആളുകളുടെ വരുള്ളൂ. പക്ഷെ കോമൺ പീപ്പിൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഉള്ളത്, ഇപ്പൊ നമ്മുടെ കേരളത്തില് ഒട്ടുമിക്ക സ്ത്രീകൾക്കും അല്ലെങ്കിൽ പുരുഷന്മാർക്കും ഏതെങ്കിലും തരത്തിലുള്ള പെൻഷനുകൾ കിട്ടുന്നുണ്ട്. ഉണ്ടാവും. സാമൂഹ്യ ക്ഷേമ സുരക്ഷാ പെൻഷനുകൾ അടക്കം ഉണ്ടാവും. ഈ പെൻഷന് ഒരുപാട് കണ്ടീഷൻ ഉണ്ട്. ഉണ്ടാവും. അതായത് വാർക്ക വീടുണ്ടെങ്കിൽ കിട്ടൂല, കാർ ഉണ്ടെങ്കിൽ കിട്ടൂല, ഇങ്ങനെയുള്ള ഒരു പല ക്രൈറ്റീരിയ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആളുകൾ ഞങ്ങളെ വിളിച്ച് ചോദിക്കുന്നത്, ഈ എന്യൂമറേറ്റർ വരുമ്പോ വീട്ടിൽ ഇപ്പൊ പിള്ളേക്ക് കാറുണ്ട്, ഇത് കണക്കെടുക്കുന്നത് വീട്ടുടമസ്ഥന്റെ കാര്യങ്ങളല്ല, ആ വീടിന്റെ ഇതാണ് നോക്കുന്നത്. അതായത് ഇപ്പൊ ഒരു ഫോൺ ഉണ്ടോന്ന് ചോദിക്കുമ്പോ ചിലപ്പോ കാരണവന്മാരൊക്കെ ഉപയോഗിക്കുന്നത് പഴയ നോക്കിയുടെ ഫോണായിരിക്കും. അപ്പൊ നമ്മൾ അടുത്ത ചോദ്യം ചോദിക്കുക, മക്കൾ ആരെങ്കിലും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് എഴുതണം. കാരണം ഇത് കുടുംബത്തെ കുറിച്ച് മനസ്സിലാക്കുന്നത്, വ്യക്തിയെ കുറിച്ചിട്ടല്ല. അതെ, എന്റെ കാര്യങ്ങളാ ചോദിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഈ കൊച്ചിന്റെ കാർ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ എന്യൂമറേഷൻ ഭയപ്പെടേണ്ടതില്ല. അല്ല, തീർന്നില്ല, പറയാം. ഈ സംശയം ഒരുപാട് ആളുകൾക്കുണ്ട്. ഇപ്പൊ നിങ്ങൾ വലിയ സാമ്പത്തികമായി ഉയർന്നതായതുകൊണ്ടാണ് ഇൻകം ടാക്സിനെ കുറിച്ച് ചോദിച്ചത്. അതുകൊണ്ടാണ് അത് ചോദിച്ചത്. പക്ഷെ സാധാരണക്കാരതല്ല. ഈ കാറുണ്ടാവും, അല്ലെങ്കിൽ വീട് ചെറിയതാണെങ്കിലും അത് വാർക്കിയായിരിക്കും. അപ്പൊ ഇത് രേഖപ്പെടുത്തി പോയി കഴിഞ്ഞാൽ അവരുടെ പെൻഷൻ കട്ടാവുന്നതാണ്. ഇവിടെ ഉള്ളത് ഇന്ത്യ ഗവൺമെന്റ് നിയമത്തിലൂടെ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇത് ഈ സെൻസസ് എന്ന് പറയുന്നത് ഭരണഘടനയിൽ 32 പ്രാവശ്യം ഇന്ത്യൻ സെൻസസ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. 32 തവണ. അത്രയുണ്ട്. സെൻസസ് ആക്ട് 1948 റൂൾ 1990 പ്രകാരമാണ് സെൻസസ് രാജ്യത്ത് നടക്കുന്നത്. അപ്പൊ അതില് സീക്രസിയെ കുറിച്ചും പിന്നെ അമെന്റ് ചെയ്തിട്ടുണ്ടോ? ഈ ആക്ട് അമെന്റ് ചെയ്തിട്ടില്ല. റൂള് ഓരോ പ്രാവശ്യവും പരിഷ്കരിച്ചാണ് വരുന്നത്. അത് പരിഷ്കരിച്ച വരുന്നത്. അപ്പൊ ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ നൽകുന്ന വിവരങ്ങൾ 100% കോൺഫിഡൻഷ്യൽ ആയിരിക്കും. ഇപ്പൊ കൊച്ചാപ്പ തന്ന വിവരം എന്യൂമറേറ്റർ അടുത്ത വീട്ടുകാരൻ ചോദിക്കുക, ആ വീട്ടുകാരൻ കാറുണ്ടോന്ന് പറഞ്ഞോ ഇല്ലെന്ന് ചോദിച്ചാൽ ആ വീട്ടുകാരനൊന്നും പറയാൻ പാടില്ല. ഇനി ഇതിൽ തരുന്ന ഒരു ഡേറ്റയും കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ തെളിവായോ ആവശ്യപ്പെടാൻ പാടില്ല. ഒരു കാരണവശാലും ജഡ്ജിമാർ ആവശ്യപ്പെടില്ല. സൂക്ഷിക്കണം. അല്ല, ഇത് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. അതായത് കേസുകൾക്കോ കോടതികളിലോ ഒന്നിനും തെളിവായോ പ്രതികൂലമായിട്ട് ഇത് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ആവശ്യപ്പെടാനും പാടില്ല. അതുകൊണ്ട് പോലീസുകാരൊന്നും ആവശ്യപ്പെടില്ല, കാരണം അവർക്കറിയാം. അതായത് അത്ര സീക്രസിയാണ്. ഈ ഡേറ്റകൾ രാജ്യത്തിന്റെ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും ക്ഷേമ പദ്ധതികൾ നടത്താനും ഇനി റിസർച്ച് പർപ്പസ്, അതായത് ഈ സെൻസസ് എന്ന് പറയുന്നത് 10 കൊല്ലത്തേക്കാണ്. അപ്പൊ നമ്മൾ 26, 27 പോപ്പുലേഷൻ സെൻസസ് തീർന്നു. ഇനി അടുത്ത് നടക്കുന്ന 10 കൊല്ലം കഴിഞ്ഞേ നടക്കുള്ളൂ. അപ്പൊ ഈ 10 കൊല്ലത്തേക്ക് ഈ രാജ്യത്ത് എന്തൊക്കെ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തേണ്ടത്, അത് ഏത് ഏരിയയിലാണ്? വളരെ രസകരമായൊരു ചോദ്യം, ലാസ്റ്റ് ചോദ്യം ശ്രദ്ധിച്ചായിരുന്നോ? ലാസ്റ്റ് 34ാമത്തെ ചോദ്യം നമ്മുടെ മൊബൈൽ നമ്പർ ഏതാന്നാ. അതിന് മുന്നേ ഒരു ചോദ്യമുണ്ട്, 33ാമത്തെ ചോദ്യമായിട്ട് വരുന്നത്, നിങ്ങൾ മുഖ്യമായും ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന ധാന്യം ഏതാണ്? അതിനകത്ത് കുറെ സാധനമുണ്ട്. അരിയാന്ന് പറഞ്ഞു പലരും ചോദിക്കും, ഞാനിപ്പോ ഭക്ഷണം കഴിക്കുന്ന സാധനം സർക്കാർ അറിഞ്ഞിട്ട് എന്താ കാര്യം? അറിഞ്ഞിട്ട് എന്താ കാര്യം? അതിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്താണ്? ലഭ്യത. ഈ ഭക്ഷ്യത്തിൽ ലഭ്യത ശരിയാക്കണം. നമ്മുടെ ഭക്ഷ്യം കുറഞ്ഞു പോയോ കൂടിയോ, ഇനി അടുത്ത 10 കൊല്ലത്തേക്ക് ഈ ഇപ്പൊ നിലവിലുള്ള കാർഷിക രീതിയിലോ ഇമ്പോർട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യണമെന്നുള്ള നയരൂപീകരണത്തിൽ വരുന്നത്. ഈ സെൻസസ് പ്രകാരം നമുക്കറിയാം കേരളത്തിൽ നിന്ന് ഏതാണ്ട് 99.99% ആളുകൾ ഉപയോഗിക്കുന്നതും അരിയാണ്. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് മനസ്സിലാവും, കേരളത്തിലേക്ക് നമ്മൾ ഭക്ഷ്യധാന്യം അലോട്ട് ചെയ്യേണ്ടത് അരിയാണ്. ഗോതമ്പായിരിക്കും പഞ്ചാബിൽ നിന്ന് വരുന്നത്, അത് പഞ്ചാബിലേക്ക് പോകേണ്ടത്. ഇങ്ങനെ ഒരു ഡേറ്റ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? കേന്ദ്രം ഇങ്ങോട്ട് 10 ടൺ ഗോതമ്പ് 10 ടൺ ഗോതമ്പ് പഞ്ചാബിലേക്ക് കൊടുക്കുന്നു. ഇവിടെ 5 ടൺ അരി ഇരുന്നു, അവർക്കും 5 ടൺ അരി കൊടുക്കുന്നു. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഗോതമ്പ് വേസ്റ്റ് ആവും, അവിടെ അരി വേസ്റ്റ് ആവും. അപ്പൊ അതുകൊണ്ട് ഈ ഡേറ്റ കിട്ടുന്ന അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിനകത്തുള്ള ഓരോ ചോദ്യങ്ങളും ദേശീയ തലത്തിൽ പ്രാധാന്യമുള്ളതാണ്, വ്യക്തികളല്ല രാജ്യത്തെ മൊത്തത്തിൽ കണ്ടുകൊണ്ടാണ് ഇത് പോകുന്നത്. അപ്പൊ റോഡുകളെ കുറിച്ചൊക്കെ ഇത് മാർക്ക് ചെയ്ത് പോകുന്നുണ്ട്. ഈ റോഡുകൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് നല്ല റോഡ്, മോശം റോഡ് ഒക്കെ അതിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. സ്കൂളുകളും പള്ളികളും അമ്പലങ്ങളും ആശുപത്രികളും ഒക്കെ രേഖപ്പെടുത്തി പോകുന്നുണ്ട്. അപ്പൊ ഈ ഡേറ്റ എടുത്ത് നോക്കിയാൽ അറിയാം എവിടെയാണ് സ്കൂളില്ലാത്തത്, എവിടെയാണ് ആശുപത്രി ഇല്ലാത്തത്,
എവിടെയാണ് ഇപ്പൊ പാലങ്ങള് തോടുകളൊക്കെ നമ്മൾ രേഖപ്പെടുത്തി പോകും, പുഴകളൊക്കെ രേഖപ്പെടുത്തും. അപ്പൊ പാലം എവിടെ വേണം, ഇതൊക്കെ രേഖപ്പെടുത്തും. രാജ്യത്തെ കുറിച്ച് അടിസ്ഥാനപരമായിട്ടുള്ള വലിയൊരു ഡേറ്റയാണ് ഈ സെൻസസിലൂടെ കിട്ടാൻ പോകുന്നത്. ഇനി മറ്റൊരു കാര്യം ഇല്ല, പിന്നെ ഇനി ഈ ഇവര് ലേ ഔട്ട് മാപ്പ് എന്ന് പറഞ്ഞ സാധനം വരയ്ക്കുന്നുണ്ട് ഇനോറേറ്റർ ഈ പ്രോസസ്സിന് മുമ്പ്. അപ്പൊ പലരും ചോദിക്കുന്നത്, ഞങ്ങളുടെ ട്രെയിനിങ്ങിൽ പലരും ചോദിച്ചാ, ഇന്ന് ഗൂഗിൾ മാപ്പ് ഉണ്ട്, ഏത് വീടും ഗൂഗിൾ മാപ്പിലൂടെ നമുക്ക് അതിന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാം, സ്കൂൾ എവിടെയാന്ന് കണ്ടുപിടിക്കാം. പിന്നെ എന്തിനാണ് മനുഷ്യൻ ഇങ്ങനെ പോയിട്ട് വരയ്ക്കുന്നത് എന്ന ചോദ്യം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഗൂഗിൾ മാപ്പ് മാത്രമല്ല, നമ്മുടെ തന്നെ ISROയുടെ ഭുവൻ എന്ന് പറയുന്ന ഒരു ആപ്പും ഇത് തന്നെയാണ്. പിന്നെ സ്മാർട്ട് മാപ്പ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഡീലിമിറ്റേഷൻ, പഞ്ചായത്ത് ഡീലിമിറ്റേഷൻ നടത്തിയ നമ്മുടെ വാർഡ് അടക്കം അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ വാർഡ് പണ്ട് 18ാം വാർഡായിരുന്നു, ഇപ്പൊ ഞങ്ങളുടെ 15 ഞങ്ങളുടെ 16ആയി. ഈ സ്മാർട്ട് മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആ വാർഡുകൾ കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ സംവിധാനം ഉണ്ട്. അപ്പൊ പിന്നെ എന്തിനാണ് ഇവര് വന്നിട്ട് ഇങ്ങനെ വരയ്ക്കുന്നത്? ഇതിന്റെ അർത്ഥം മറ്റതൊക്കെ സാറ്റലൈറ്റ് പിക്ചേഴ്സ് ആണ്. ഇത് ഓരോ വീട്ടിൽ പോയി ഓരോ ബിൽഡിങ്ങുകളും ഓരോ ചെറിയ വഴികളും ഓരോ ചെറിയ സാധനങ്ങളും അതിനകത്ത് രേഖപ്പെടുത്തി പോവാം. ഇത് രാജ്യത്തിന് കിട്ടുന്നത് വലിയൊരു ബിഗ് ഡേറ്റയാണ്. അതായത് ഇപ്പൊ ഈ വീട് മാത്രമല്ല, ഇതിന്റെ അപ്പുറത്തൊരു ചെറിയ വേറെ സ്വതന്ത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാടക കെട്ടിടമോ ഇതിന്റെ പുറയിലുണ്ടെങ്കിൽ അവരിത് മാർക്ക് ചെയ്തു. ഇത് സാറ്റലൈറ്റ് ഇല്ലാത്ത അതിനകത്ത് ഉണ്ടാവില്ല, ചിലപ്പോ ഈ വീട് മാത്രമേ അതിനകത്ത് മാർക്ക് കിട്ടുള്ളൂ നമുക്ക്. അപ്പൊ അങ്ങനെയുള്ളൊരു സംഭവമാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ സെൻസസിന്റെ ഏറ്റവും വലിയ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിനും നമുക്കും ഒക്കെ പുരോഗതിക്ക് അടുത്ത 10 വർഷം പുരോഗതിക്കുള്ള കാര്യങ്ങളാണ് സെൻസസിലൂടെ നടക്കുന്നത്. അതുകൊണ്ട് നമ്മളെ പോലുള്ള ആളുകള് ഒരു കാരണവശാലും സെൻസസിൽ നിന്നും വിട്ടുനിൽക്കുകയോ, പണ്ടൊരു പേടിയുണ്ടായിരുന്നു, സെൻസസുകാരൻ വരുമ്പോൾ പേടിയായിരുന്നു, വിവരങ്ങൾ പറയാൻ. അങ്ങനെ ഭയപ്പെടേണ്ടതായ ഒരു കാര്യമില്ല. കാരണം വ്യക്തിയെ കേന്ദ്രീകരിച്ചല്ല റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് അല്ല. സെൻസസ് റിപ്പോർട്ട് വരുന്നത് അലി മേപ്പാടിന് കാറുണ്ട്, അലി മേപ്പാടിന്റെ TV ഉണ്ട്, നല്ല റിപ്പോർട്ട് വരുന്നത് അല്ല. ഈ രാജ്യത്ത് ഇത്ര ആൾക്ക് TV ഉണ്ട്, ഇത്ര ആൾക്ക് TV ഇല്ല, അത് ലൊക്കേഷൻ തിരിച്ചും കിട്ടും. ഏത് സ്റ്റേറ്റിലാണ് കാർ ഇല്ലാത്ത ആളുകൾ താമസിക്കുന്നത് എന്നുള്ള അടിസ്ഥാനമായിട്ട്. അല്ലാതെ വ്യക്തിയുടെ കാര്യമല്ല പബ്ലിഷ് ചെയ്യുന്നത്. രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള. അപ്പൊ എല്ലാവരോടും പറയാനുള്ളത്, സെൻസസിന് ഉദ്യോഗസ്ഥന്മാർ വരുമ്പോൾ വളരെ കൃത്യമായി വിവരം കൊടുക്കണം. അതിപ്പോ സെൻസസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് സെൽഫ് എനുമറേഷൻ. ഇപ്പൊ ഞാൻ പറഞ്ഞു 2 ഘട്ടങ്ങളാന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ ഘട്ടമാണ് വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ കണക്കെടുപ്പും. അത് 1ാം ഘട്ടം. അത് ആരംഭിക്കുന്നത് 2026 ഈ വർഷം ജൂലൈ 1 മുതൽ ജൂലൈ 30 വരെയാണ്. അതിനുവേണ്ടി സെപ്പറേറ്റ് എന്യൂമറേറ്റേഴ്സിനെയും സൂപ്പർവൈസേഴ്സിനെയും ഏതാണ്ട് 30 ലക്ഷത്തിലധികം ജീവനക്കാരെയാണ് ഈ പ്രോസസ്സിന് വേണ്ടിയിട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്നത്. സംശയം ചോദിച്ചോട്ടെ, ഇപ്പൊ നിങ്ങൾ സെൽഫ് എന്യൂമറേഷൻ നടത്തിയല്ലോ, അപ്പൊ ഈ ആളുകളെല്ലാം അങ്ങനെ ചെയ്യണം എന്ന് നിർബന്ധമുണ്ടോ? സെൽഫ് എന്യൂമറേഷൻ നടത്തണമെന്ന് നിർബന്ധിക്കുന്നില്ല. കാരണം രാജ്യത്ത് നമുക്കറിയാം, സ്മാർട്ട് ഫോൺ ഇല്ലാത്ത അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഇല്ലാത്ത കമ്പ്യൂട്ടർ ഇല്ലാത്ത ആളുകളും ഉണ്ടാവും. പിന്നെ ഇത് ചെയ്യാൻ അറിയില്ലാത്തവരുണ്ടാവും. പിന്നെ 34 ചോദ്യങ്ങൾ വായിച്ച് അതിന്റെ ശരിയായ ആൻസർ പറയാൻ പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവരാരും നിർബന്ധിച്ചിട്ടില്ല. എങ്കിലും എന്തെങ്കിലും ചെയ്യുന്ന നല്ലത്. ഇതെന്ന് പറഞ്ഞാൽ ഇന്നു വരെ നമ്മുടെ 16ാമത്തെ സെൻസസ് ആണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. നമ്മുടെ സെൻസസിന് 150 വർഷത്തെ പഴക്കമുണ്ട്. ഇന്ത്യയിൽ നടക്കുന്ന സെൻസസ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് 1872 ആദ്യത്തെ സെൻസസ് തുടങ്ങിയത്. ഇപ്പൊ ഇതിനിടയിൽ മുടങ്ങാതെ 10 വർഷം കൂടുമ്പോൾ നടന്നുകൊണ്ടിരുന്ന സെൻസസ് ആണ്. പക്ഷെ ഈ ഇപ്പൊ നടക്കേണ്ട സെൻസസ് ശരിക്കും നടക്കേണ്ടിയിരുന്നത് ലാസ്റ്റ് സെൻസസ് നടന്നത് 2011 അപ്പൊ 21 നടക്കണമായിരുന്നു. പക്ഷെ കോവിഡും വന്നു. കോവിഡ് കഴിഞ്ഞിട്ട് രാജ്യത്ത് സംഭവിച്ചത് പാർലമെന്റ് ഇലക്ഷൻ അടക്കം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളുടെ ഒരു പ്രളയമായിരുന്നു. അതുകൊണ്ടാണ് അത് വൈകിട്ട് ഇപ്പൊ 15 കൊല്ലത്തിന് ശേഷം 10 പകരം 15 കൊല്ലമായപ്പോഴാണ് ഇതിന്റെ ഈ ഘട്ടം നടക്കുന്നത്. അപ്പോ അതില് ഇന്ന് വരെ ഈ സെൻസസിന് പ്രത്യേകതകളുണ്ട്. 3 മെയിൻ പ്രത്യേകതയാണ് ഈ സെൻസസിനുള്ളത്. ഒന്ന്, ഇതൊരു ഡിജിറ്റൽ സെൻസസ് ആണ്. ഇതൊരു കംപ്ലീറ്റ്ലി ഡിജിറ്റൽ സെൻസസ് ആണ്. മുമ്പ് നമ്മുടെ വീട്ടിൽ എന്യൂമറേറ്റർ വന്നിരുന്ന ടീച്ചേഴ്സ് വലിയ പേപ്പറൊക്കെ കൊണ്ടുവരും, അതിനകത്ത് കളങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ വന്നിട്ട് 34 എത്രയാണെന്ന് ചോദ്യങ്ങൾ ചോദിക്കും. പശുക്കളെ പറ്റിയൊക്കെ ചോദിക്കുമായിരുന്നല്ലോ. അത് അടുത്തേ വരുള്ളൂ. ഇത്
എന്താ നമ്മൾ പറഞ്ഞു വന്നത്, വലിയ പേപ്പറൊക്കെ ആയിട്ട് വന്ന് ചോദിച്ച് ഇത് എഴുതി അതിന്റെ കോഡ് കണ്ടുപിടിച്ച് എഴുതി പിന്നെ അവർ പോയി വീട്ടിൽ പോയി ഇരുന്നിട്ട് അത് വീണ്ടും ക്രോഡീകരിച്ച് സൂപ്പർവൈസർമാർ ഇതിന്റെ എല്ലാം അബ്സ്ട്രാക്റ്റുകൾ ഉണ്ടാക്കി അത് മുകളിലേക്ക് കയക്കണമായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ രാജ്യം ഡിജിറ്റൽ ഇന്ത്യയാണ് എന്നാണ് നമ്മൾ പറയുന്നത്. അത് തെളിയിച്ചുകൊണ്ട് ഈ രാജ്യത്തെ 141 കോടി എന്നപ്പോ നമ്മൾ പറയുന്നത്, ഈ 141 കോടി ജനങ്ങളുടെയും വിവരങ്ങൾ രേഖപ്പെടുത്തുന്നത് ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് അതിനകത്ത് HLO ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്, ഹൗസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻസ് ആപ്പാണ്. ഈ ആപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് എന്യൂമറേറ്റ് ചെയ്യുന്നത്. അതായത് ചോദ്യങ്ങൾ അതിനകത്ത് വരും, കറക്റ്റ് ഇതിന് ടിക്ക് ചെയ്ത് കൊടുത്താൽ അതിന്റെ ഫലം ഇപ്പൊ കൊച്ചാപ്പയുടെ വീട്ടിൽ വന്ന് ഇത് ചെയ്യുമ്പോൾ 5 മിനിറ്റ് കൊണ്ട് അവർക്ക് ഏകദേശം പൂർത്തീകരിക്കാൻ പറ്റും. അതങ്ങോട്ട് കഴിഞ്ഞു കഴിയുമ്പോൾ തന്നെ ഈ വിവരങ്ങൾ ഇതിന്റെ മെയിൻ സെൻട്രൽ സെർവർ എവിടെയാണോ ഡൽഹിയിലാണോ അവിടെ കിട്ടിക്കഴിയും. അല്ലാതെ ഇനി ഇവിടുന്ന് പരിപാടി ഒന്നും വേണ്ട, ഓൺ ദ സ്പോട്ട് കിട്ടി. മറ്റൊന്ന് ക്ലിയർ ആയിട്ടുള്ള കറക്റ്റ് കിട്ടി. കാരണം ഈ എഴുതിക്കൊണ്ട് പോകുമ്പോ അടുത്തത് തിരിച്ചു കഴിയുമ്പോ ഈ കോഡൊക്കെ മാറിപ്പോകും. ഇതൊന്നും സംഭവിക്കുന്നില്ല, അപ്പൊ തന്നെ കിട്ടുന്നു. അതാണ് ഇതിന്റെ ഏറ്റവും ഒരു പ്രത്യേകത. 2, ഇതിന്റെ പ്രത്യേകത സെൽഫ് എന്യൂമറേഷൻ എന്ന് പറയുന്ന പ്രക്രിയ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ലോകത്തൊരിടത്തും സെൻസസ് സെൽഫ് എന്യൂമറേഷൻ ഇല്ല. ലോകത്തെ സെൻസസിനെ കുറിച്ചുള്ള ആദ്യ വാചകം തന്നെ ഇതാണ്, ലോകത്തെ ഏറ്റവും വലുതും ഏറ്റവും വിശ്വസനീയവുമായ സെൻസസ് എന്നാണ് ഇന്ത്യൻ സെൻസസ് അറിയപ്പെടുന്നത്. കാരണം ഇത് നമ്മൾ എന്യൂമറേറ്റർമാര് ഓരോ വീടുകളിലും പോയി പൗരന്മാരെ നേരിട്ട് കണ്ട് അവസ്ഥകൾ ബോധ്യപ്പെട്ട് എടുക്കുന്നതാണ്. പല രാജ്യങ്ങളും ഓൺലൈനിലൂടെ അല്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെയാണ്. ചിലത് ജാതി മാത്രം ചോദിക്കും, ചില ആളുകൾ എന്തെങ്കിലും എണ്ണം മാത്രം എടുക്കും. നമ്മൾ ആളുകളുടെ എണ്ണം മാത്രം അല്ല എടുക്കുന്നത്, ഈ രാജ്യത്തിന്റെ ഭൗതിക സാഹചര്യങ്ങളെ കുറിച്ചുള്ള മുഴുവൻ. അതുകൊണ്ടാണ് ഏറ്റവും വലുതെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇത് നടത്തുന്നത് ഏതെങ്കിലും ഏജൻസികളെ ഏൽപ്പിക്കുകയല്ല ചെയ്യുന്നത്, സർക്കാർ നേരിട്ട് ഇത് കൃത്യമായ സംവിധാനം. ഡയറക്ടർ ജനറൽ സെൻസസ് അവരാണ്, ഡയറക്ടർ ജനറൽ എന്നല്ല, അതൊന്ന് എഡിറ്റ് ചെയ്യുമ്പോൾ പറയണം കേട്ടോ. ഞാൻ പറയാം, രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ, ഇതാണ് ഇന്ത്യയിലെ ഒരു ടോപ്പ്. മറ്റൊരു പ്രത്യേകത കൂടി ഇതിനകത്തുണ്ട്. ഈ സെൻസസ് പ്രവർത്തനങ്ങളെ എല്ലാം ഇന്ത്യയെ നിയന്ത്രിക്കുന്ന മിനിസ്ട്രി എന്ന് പറയുന്നത് ഏതാന്ന് പറയാ, മാനവ വിഭവശേഷി പറഞ്ഞോളൂ. പീയൂഷ് ഗോയലാണോ? അല്ല, മാനവ വിഭവശേഷി മന്ത്രാലയം ആണ്. അല്ല, ആഭ്യന്തര വകുപ്പാണ്, ഹോം മിനിസ്ട്രി ആണ്. അത് തന്നെ ഇതിന്റെ ഒരു പ്രാധാന്യം. അമിത്ഷാജിയാണ് വ്യക്തി XOR Y ഇപ്പൊ ഇരിക്കുന്നത്, അതല്ല പ്രസക്തി. ഇത് ആഭ്യന്തര വകുപ്പാണ് നിയന്ത്രിക്കുന്നത്. അപ്പം രാജ്യം സെൻസസ് എന്ന് പറഞ്ഞ പ്രക്രിയക്ക് അത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്നാണ്. കാരണം കുറച്ചുകൂടി ഇതിന്റെ എല്ലാം ഇതുമായി പോകാൻ വേണ്ടിയിട്ട് ആഭ്യന്തര വകുപ്പിന്റേതാകുമ്പോ കുറച്ചുകൂടി അതിനാ ഓരോ നിയമങ്ങൾക്കും നടപ്പിലാക്കുന്ന ഓരോ ഏറ്റവും ഇത് ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സെൽഫ് എന്യൂമറേഷൻ ആണ്. ഇനി ഇപ്പൊ സെൽഫ് എന്യൂമറേഷനിലേക്ക് വന്നാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സെൽഫ് എന്യൂമറേഷൻ നടത്താം. ഇത് ചെയ്യുന്നത് ആപ്പ് വഴിയല്ല. സെൻസസ് സെൽഫ് എന്യൂമറേഷൻ എന്ന് പറയുന്ന ഒരു വെബ് പോർട്ടലാണ് ഉപയോഗിക്കുന്നത്. ഈ വെബ് പോർട്ടൽ ഉപയോഗിക്കാൻ പൊതുവെ ആളുകൾക്ക് സംശയം ഉണ്ടാവും, അതിന് ലാപ്ടോപ്പ് വേണ്ടേ, ടാബ് വേണ്ടേ? പൊതുവെ ആൾക്കാർ ചോദിക്കുന്ന വേണ്ട, മൊബൈൽ ഫോൺ ഉണ്ടായാൽ മതി. ഇപ്പൊ ഞാൻ ചെയ്തല്ലോ, മൊബൈൽ ഫോൺ മതി. ഈ ഒരു മൊബൈൽ ഫോണില് തന്നെ നമുക്ക് ഈ വെബ് പോർട്ടൽ വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്യും. അപ്പൊ ഇതിലേക്ക് വേണ്ടത്, അപ്പൊ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടായപ്പോ എന്ത് ചെയ്യണം? സംശയങ്ങൾ ഉണ്ടായത് അത് നല്ലൊരു ചോദ്യമാണ്. സാധാരണക്കാർക്ക് ഈ 34 ചോദ്യങ്ങൾ, അതിനകത്ത് ഉത്തരങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടി ചില ചോദ്യങ്ങൾക്ക് റേഡിയോയിൽ തീർന്നിട്ടില്ല. അപ്പോ റേഡിയോ ചോദിച്ചു എന്റെ സത്യത്തിൽ റേഡിയോ ഇല്ല. പക്ഷെ തീർന്നില്ല. പക്ഷെ കാറിനകത്ത് റേഡിയോ ഉണ്ടല്ലോ. യെസ്, നിങ്ങൾ റേഡിയോ പരിപാടി കേൾക്കുന്നുണ്ടോ? ഉണ്ട്. അതും സ്മാർട്ട് ഫോണിൽ നിന്ന് കേൾക്കണമെങ്കിൽ ഉണ്ടെന്ന് എഴുതണം. ഉണ്ട്. മറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കാറ് പോലുള്ളതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കണം. അപ്പൊ അങ്ങനെ വരുന്നതും ചിലതിന് അതിൽ കൂടുതലുണ്ട്. ഇപ്പൊ കക്കൂസിനെ കുറിച്ചൊക്കെയുള്ള പല നമ്മൾ കണ്ടല്ലോ, ഫ്ലഷ് മറ്റേ മറിച്ച് എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ ഒരുപാട് വന്നല്ലോ. അങ്ങനെ വന്ന ഒരാൾ തെറ്റായിട്ട് ഒരു വിവരം രേഖപ്പെടുത്തി പോയി. അപ്പോൾ എന്ത് ചെയ്യും? നല്ല ഭയം. സെൽഫ് എന്യൂമറേഷൻ നടത്തുമ്പോ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല. കാരണം നിങ്ങൾ നടത്തിയ സെൽഫ് എന്യൂമറേഷൻ ഒരിക്കലും ഇതിന്റെ മെയിൻ സെർവറിലേക്ക് സിങ്ക് ആകുന്നില്ല. സിങ്ക് ആകുന്നില്ല. ഇപ്പൊ ഇത് ചെയ്തത് മെയിൻ ഇതിലേക്ക് പോയിട്ടില്ല. ഇനി ഇത് ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഒരു 11
അക്കങ്ങളും മുമ്പിൽ ഒരു എച്ചുമുള്ള നമ്പർ കോഡ് കിട്ടിയില്ലേ? കിട്ടി. ഇതിന് പറയുന്ന പേര് സെൻസസ് ID എന്നാണ്. സെൻസസ് ID, സെൽഫ് എന്യൂമറേഷൻ ID, SEID, സെൽഫ് എന്യൂമറേഷൻ ID. ഈ ID വരുന്ന ആളെ ഈ വരുന്ന ആളെ എന്യൂമറേറ്റർ ചോദിക്കും നിങ്ങളോട്. ഇനിയിപ്പൊ അഥവാ അവര് വിട്ടുപോയാൽ വിട്ടുപോകില്ല, ഒരു കാര്യം പറയട്ടെ. ഈ സെൽഫ് എന്യൂമറേഷൻ നമ്മുടെ മഹലുകൾ കേന്ദ്രീകരിച്ച് ഒരു സെറ്റപ്പ് ഉണ്ടാക്കുന്നത് നല്ലതല്ലേ? അതിലേക്ക് വരാം. അതിനു മുമ്പ് നമ്മൾ ഈ സെൽഫ് എന്യൂമറേഷനെ കുറിച്ച് പറഞ്ഞ് തീർന്നിട്ട് പറഞ്ഞാല് ആയിക്കോട്ടെ. അപ്പൊ ഇവർക്ക് എന്തായാലും ചോദിക്കും. കാരണം അതിനകത്തൊരു വിൻഡോ വരുന്നുണ്ട്. ഈ ആള് ഇപ്പോ മെപ്പാട്ട് അലി സെൽഫ് എന്യൂമറേഷൻ നടത്തിയിട്ടുണ്ടോ എന്ന ചോദ്യം വരുന്നുണ്ട് അവർക്ക്. അപ്പോ യെസ് ഓർ നോ, യെസ് അടിച്ചാൽ അപ്പൊ തന്നെ ഈ ID പറഞ്ഞു കൊടുക്കണം. ഈ ID കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ തെറ്റിപ്പോയാൽ അതിനകത്ത് ഡേറ്റ കാണിക്കും. അല്ല, ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ ഇതിന് ചെയ്യേണ്ടത്, ഇപ്പൊ നമ്മൾ അവര് വരുമ്പോ നമ്മൾ വീട്ടിലുണ്ടാവണമെന്നില്ലല്ലോ. അതുകൊണ്ട് കിട്ടിയ ആളുകൾ ചെയ്യേണ്ടത് വീട്ടിലുള്ള മറ്റു കുടുംബാംഗങ്ങൾക്കിടയിൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങള്. ഭാര്യ അടുത്ത് ഇരിക്കുമ്പോ ചെല്ലുമ്പോ തന്നെ പറയുക, ഇതാണ് നമ്മുടെ സെൽഫ് എന്യൂമറേഷൻ ID എന്ന് പറഞ്ഞ പേപ്പറിൽ എഴുതി എല്ലാവർക്കും കാണാവുന്ന ഭാഗത്ത് ചേർന്നാലും മതി. ചേർന്നില്ല അല്ലെങ്കിൽ പിള്ളേരുടെയൊക്കെ മൊബൈലിലേക്ക് ഇട്ട് നമ്മുടെ സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഈ സെൽഫ് എന്യൂമറേഷൻ നിങ്ങൾ ചെയ്യണം. എങ്കിലാണ് വരുന്ന ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ 5 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ഇടപാട് തീർക്കാമല്ലോ. സെൽഫ് എന്യൂമറേഷൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ പരീത് കുഞ്ഞ് ശംസുവിനെ ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും പിന്നെ ഇതിനകത്ത് വേറെ ചെറിയ സംശയങ്ങൾ ഞാനും കൊടുക്കാം. ഈ സെൽഫ് എന്യൂമറേഷൻ വേറെ ഓരോ പൗരന് കിട്ടിയ വലിയൊരു അവകാശമാണ്. ഇതുവരെ സെൻസസില് അവര് ചോദ്യങ്ങൾ ചോദിക്കും, എനോവരുടെ ചോദ്യങ്ങൾ ചോദിക്കും, നമ്മൾ പറഞ്ഞു കൊടുക്കും. അവര് അതിന്റെ കോഡൊക്കെ രേഖപ്പെടുത്തി കൊണ്ടുപോകും. ഇത് തെറ്റിപ്പോയിട്ടുണ്ടോ, നമ്മൾ പറഞ്ഞത് തന്നെയാണോ അവർ എഴുതിയിരിക്കുന്നത് എന്ന് വെരിഫൈ ചെയ്യാൻ ലാസ്റ്റ് വെരിഫിക്കേഷൻ വരുന്നുണ്ട്. അല്ല, ഇതിനകത്ത് നേരത്തെ പേപ്പർ ആൻഡ് പെൻസിൽ ആയിരുന്നപ്പോ നമുക്ക് ഇത് അറിയാൻ പറ്റുന്നില്ല. ഇത് അതിനല്ല. സെൽഫ് എന്യൂമറേഷൻ ഞാൻ തന്നെയല്ല എന്റെ വീട്ടിലെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇത് കിട്ടിയ വലിയൊരു അവകാശമാണ്. സർക്കാർ സംബന്ധിച്ച് ചെലവാണ് കൂടുതലാണ്, കാരണം ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടാക്കാന്നൊക്കെ പറയാം. പക്ഷെ നമ്മളെ അംഗീകരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മള് ഫരീദ് കുഞ്ഞ് സാഹിബിനെ ബന്ധപ്പെടാൻ കഴിയാത്ത ഇത് കാണുന്ന ധാരാളം ആളുകളുണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കണ്ണൂരും കാസർഗോഡൊക്കെ നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. അവർക്കൊക്കെ സംശയം വന്നാൽ എന്ത് ചെയ്യും? ഇത് സർക്കാർ ഇതിന് ഗ്രൗണ്ട് ലെവലില് വലിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇടുക്കി ജില്ലയില് എന്യൂമറേറ്റേഴ്സും ഫീൽഡ് സൂപ്പർവൈസേഴ്സും ആയിട്ട് വരുന്ന ആളുകൾ അതിലൊരു 99% ടീച്ചേഴ്സാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ സർക്കാർ സംവിധാനത്തെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് അധ്യാപകരാണ്. കേരളത്തിൽ നമുക്കറിയാലോ, 5.5 ലക്ഷം ജീവനക്കാരുണ്ടെങ്കിൽ അതിലൊരു 2.25 ലക്ഷത്തിലധികം പേര് 3 ലക്ഷത്തോളം അധ്യാപകരാണ്. മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റും കൂടിയാണ് പകുതി താഴെയുള്ളത്. അതിൽ തന്നെ പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ് ഒക്കെ ഫോഴ്സുകളാണ്. അവരെ പിന്നെയും കൂടുതൽ അവരെടുക്കാൻ പറ്റില്ല. അവർക്ക് വന്നു കഴിഞ്ഞാൽ മറ്റു പ്രവർത്തനങ്ങൾ ബാധിക്കും. ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആൾക്കാർ കമന്റ് ഇടും, ഞങ്ങളുടെ കൊച്ചുങ്ങളുടെ പഠനം പോയി, പിള്ളേര് സ്കൂളിൽ അധ്യാപകരില്ലാതെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കമന്റ് ഇടും. കാരണം ഒരുപാട് ആളുകൾ അവരോട് നമുക്ക് പറയാനുള്ളത്, ഈ സെൻസസ് എന്ന് പറയുന്നത് 10 വർഷം കൂടുമ്പോൾ മാത്രം നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഈ രാജ്യം അത്രമാത്രം പ്രാധാന്യം അതിന് കൊടുക്കുന്നതാണ്. ഈ ഡേറ്റ കളക്ട് ചെയ്യാൻ ഈ അധ്യാപകർ ഉപയോഗിക്കുന്നതിന് വേറൊരു കാരണമുണ്ട്. ഈ അധ്യാപകർ പൊതുവെ ഇവർക്കൊക്കെ ഡ്യൂട്ടി കൊടുത്തിരിക്കുന്നത് HLB എന്ന് പറയുന്നത് ഹൗസ് ലിസ്റ്റ് ബ്ലോക്ക്, അവർക്ക് ഏരിയ, അത് അവർ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ സ്കൂളിന് ചുറ്റുമുള്ള സ്ഥലമായിരിക്കും. അപ്പൊ ഈ ആളുകൾക്ക് ഈ ടീച്ചേഴ്സിന് അറിയാം, ഒരു അപരിചിതനായ ആൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വീട്ടിൽ വന്നാൽ ഒരാളും ഒരു ഡേറ്റ് അധ്യാപനം എല്ലാവരും വീട്ടിൽ കയറ്റും ഡേറ്റ കൊടുക്കും. ഒന്നെങ്കിൽ അവർ അറിയും. അധ്യാപകർ ആളുകൾക്ക് അഡ്രസ്സായി. അപ്പൊ ആളുകൾ ക്രെഡിബിലിറ്റി വിശ്വാസങ്ങളൊക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റാണ് ഹ്യൂമൻ പ്രദേശത്തുള്ള ആളുകൾക്ക് ഈ സെൻസസുമായിട്ട് എന്തെങ്കിലും സംശയം എന്യൂമറേറ്റേഴ്സ് ഉണ്ട്. പിന്നെ എല്ലാ സ്ഥലങ്ങളിലും ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ പോലെയുള്ള ഡിസ്ട്രിക്ട് ഫീൽഡ് ട്രെയിനേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അവരുണ്ട്. ഇത് കൂടാതെ തന്നെ സർക്കാർ മീഡിയകളിലൂടെയൊക്കെ വലിയ പബ്ലിസിറ്റി കൊടുക്കുന്നുണ്ട്. ഭയങ്കര പത്രങ്ങളിലും എല്ലാത്തിനും ഭയങ്കര പബ്ലിസിറ്റി ഉണ്ട്. പിന്നെ ഇത് കൂടാതെ നമുക്ക് ചെയ്യാം. ഇപ്പൊ എന്നോട് ആദ്യം ഒരു ചോദ്യം ചോദിച്ചല്ലോ, നമ്മുടെ മഹല്ലില് തീർച്ചയായിട്ടും എല്ലാ മഹല്ലുകാർക്ക് ചെയ്യാം. ഇതിനൊരു സംവിധാനം നമ്മൾ SIR ചെയ്തതുപോലെ ഒരു സംവിധാനം ഈ സെൻസസുമായി ബന്ധപ്പെട്ട് എല്ലാ മഹല്ലുകാർക്ക് മാത്രമല്ല, ലൈബ്രറികളുണ്ട്.
നമ്മുടെ നാട്ടില് ഉണ്ട്. ഇഷ്ടംമാതിരി ലൈബ്രറികളുണ്ട്, ക്ലബുകളുണ്ട്, മഹല്ല്, അമ്പലം, പള്ളി എല്ലാവരും കൂടണം. ഓരോ സംഘടനകള്, NSS, SNDP ഇങ്ങനെയൊക്കെയുള്ള എല്ലാം ഗ്രൗണ്ട് ലെവലിൽ എല്ലായിടത്തും കേരളത്തിലുണ്ട്. അവരൊക്കെ ഒരു കൂട്ടായ്മ വിളിക്കുക, ആളുകളെ വിളിക്കുക. അപ്പം ആളുകൾ ഫോൺ കൊണ്ടുവരണമെന്നൊന്നുമില്ല. നമ്മളവിടെ ഒരു ലാപ്ടോപ്പ് വെച്ചാൽ നെറ്റ് കണക്ഷൻ ഉള്ളത് വെച്ച് കഴിഞ്ഞാല് നമുക്ക് പഠിപ്പിക്കണ്ട, ചെയ്തു കൊടുക്കാമല്ലോ. ചെയ്തും കൊടുക്കാം. ഇതിനകത്ത് ഒരു കാര്യമുണ്ട്. നമ്മളൊരു 4-ാമത് എത്തിയപ്പോ വീടിന്റെ ജിയോ മാപ്പിംഗ് ഉണ്ടല്ലോ. അപ്പൊ ആളുകൾക്ക് ഒരു സംശയമുണ്ട്, ഇത് വീട്ടിൽ പോയി ഇരുന്നാലല്ലേ നമ്മുടെ വീടിന്റെ ലൊക്കേഷൻ കിട്ടുള്ളൂ. അല്ല, കിട്ടി. നമ്മളെ വീട്ടിലിരുന്നല്ല ചെയ്ത്, നമ്മൾ പുറത്തിരുന്നാ ചെയ്ത്. അത് നമുക്ക് കിട്ടി. ഇതുപോലെ കേരളത്തിൽ എവിടെ ഇരുന്ന് ചെയ്യാം. ഉദാഹരണം പറഞ്ഞ എന്റെ വീട് പഴക്കാപ്പള്ളിയിലാണല്ലോ. ഞാൻ എന്റെ സെൽഫ് എനുമറേഷൻ നടത്തിയത് ഇടുക്കി പൈനാവിലെ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ഇരുന്നോണ്ടാ. ഏകദേശം 100 കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് ഇരുന്നാ ചെയ്യുന്നത്. അപ്പൊ ഇതുകൊണ്ട് എവിടെ ഇരുന്ന് സെൽഫ് എനുമറേഷൻ. പിന്നെ വേറെ ചോദ്യമുണ്ട്, ഇത് ഗൾഫിൽ ഇരുന്ന് ചെയ്യാമോ? അത് ചെയ്യാൻ പറ്റുമോ? ഗൾഫിൽ ചെയ്യാൻ റെസിഡൻസിന്റെ പ്രശ്നം വരും. എന്താ റെസിഡൻസ്? ഇല്ലേ? ഇല്ല, പറ്റില്ല. കാരണം രാജ്യം ഇതിന്റെ ഡേറ്റ സുരക്ഷിതത്തിന് വേണ്ടി ഇന്ത്യയുടെ പരിധിക്കുള്ളിൽ ഇരുന്നു കൊണ്ട് സെൽഫ് എനുമറേഷൻ ചെയ്യാം. അതായത് കേരളത്തിലുള്ള ഒരാള് പ്രവാസികൾക്ക് മനസ്സിലാക്കേണ്ട അവിടെ ഇരുന്നോണ്ട് ചെയ്യാൻ പറ്റില്ല, അവരുടെ പേര് ചേർക്കാൻ പാടില്ല. പ്രവാസികളെ ഈ സെൻസസിൽ നിന്ന് നിലവിൽ ഒഴിവാക്കിയിരിക്കുകയാണ്. പ്രവാസികളെ കണക്ക് നമ്മൾ എടുക്കുന്നില്ല. ഇല്ല. പ്രവാസികളെ മാത്രമല്ല, ഈ വീട്ടില് ഇപ്പൊ മകൻ, ഇപ്പൊ എന്റെ മോൻ കോഴിക്കോട് ജോലി ചെയ്യുന്നത്. എന്റെ രണ്ടാമത്തെ മോള് ഗവൺമെന്റ് മെഡിക്കൽ വെല്ലൂര് പഠിക്കുകയാണ്, MBBS പഠിക്കുന്നത്. 5.5 കൊല്ലം അവിടെയാണ്. ഇപ്പൊ 2 കൊല്ലം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ മോളെ എന്റെ വീട്ടിലെ അംഗമായിട്ട് ഈ സെൻസസ് കൂട്ടും. അവരവിടെ എടുക്കും. തമിഴ്നാട്ടിൽ വെല്ലൂര് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹോസ്റ്റലുകളും ലോഡ്ജുകളും എല്ലാ സെൻസസിലും വരും, എല്ലാം വരും. അന്നേരം അവിടത്തെ ഹോസ്റ്റലിൽ പോകും. ഇതിനൊരു മാനദണ്ഡം പറഞ്ഞിരിക്കുന്നത്, 1 വർഷത്തിൽ ഓളമായി എവിടെയാണോ താമസിക്കുന്നത് അവിടെ നിങ്ങൾ സെൻസസ് എടുക്കും. ഇതുകൊണ്ട് വേറെ ഒന്നിനും ബാധകമാകുന്നില്ല. ഇത് ഈ സെൻസസ് ഡേറ്റ കുടുംബാംഗങ്ങളെ ബാധകമാകുന്നില്ല. നല്ല ചോദ്യമാണത്. ഷംസുദ്ദീൻ സാർ പറഞ്ഞതിൽ നിന്നും ഏകദേശം ഒരു 90% സംശയങ്ങൾ എനിക്ക് തീർന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തീർന്നു കാണുമെന്ന് കരുതുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ഞങ്ങളുടെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ അടിയിൽ കമന്റ് ആയിട്ട് ഇടുക. അപ്പൊ ഷംസുദ്ദീൻ സാഹിബ് അത് തീർച്ചയായിട്ടും മറുപടി പിന്നെ ചുരുക്കി പറയാനുള്ള ഇത് ചെയ്യുന്നത് ഗൂഗിളിൽ നിങ്ങൾ സെൽഫ് എനുമറേഷൻ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലിങ്ക് വരും, അതിൽ കയറി ചെയ്താൽ മതി. എന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ www.censusindia.gov.in. അതിൽ keri കഴിഞ്ഞാൽ സെൽഫ് എനുമറേഷൻ എന്ന് പറയുന്ന ഒരു ഇന്റർഫേസ് കിട്ടും. അതിൽ keri ചെയ്യാം. അതല്ലെങ്കിൽ സെൽഫ് എനുമറേഷന്റെ se.census.gov.in ഇതിൽ കയറിയാൽ മതി. വളരെ എളുപ്പത്തിൽ, വളരെ സിമ്പിളായി. നമുക്കൊരു മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം, കയ്യിലുണ്ടാകണം. കാരണം അതിനകത്ത് OTP വരും. അപ്പൊ സാറേ നമ്മൾ ചേർക്കണം. ആ OTP നമ്മൾ കൊടുക്കണം. ഇത് കൊടുത്തു കഴിഞ്ഞാണ് മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ ഏതായാലും സെൻസസിനെ കുറിച്ച് എല്ലാ സംശയങ്ങളൊന്നും ആർക്കും തീർന്നിട്ടുണ്ടാവില്ല. സംശയങ്ങൾ ഒരുപാടുണ്ടാവും. എന്നാലും എനിക്ക് പറയാനുള്ളത്, രാജ്യത്തിന്റെ സെൻസസിന്റെ പ്രാധാന്യം മനസ്സിലാക്കുമെന്ന്. സെൽഫ് എനുമറേഷൻ എന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു പൗരന്റെ വലിയൊരു അവകാശമാണ്. സ്വന്തം വിവരങ്ങൾ ഞാൻ തന്നെ രേഖപ്പെടുത്തി എന്ന് പറയുമ്പോൾ അത് കിട്ടുന്ന അഭിമാനം വളരെ വലുതാണല്ലോ. അപ്പൊ എന്നിട്ട് പിന്നെയും പറഞ്ഞിട്ടുണ്ട്, തെറ്റിപ്പോയാൽ എന്ത് പറ്റും എന്നുള്ളതിന്റെ ഉത്തരം നമ്മൾ പറഞ്ഞില്ലാന്ന് തോന്നുന്നു. പ്രേക്ഷകർക്ക് സംശയം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. എനുമറേറ്റർ വന്നു കഴിയുമ്പോൾ എനുമറേറ്റർ വരും. സെൽഫ് എനുമറേഷൻ നടത്തിയാലും നടത്തിയില്ലെങ്കിലും എനുമറേറ്റർ വീട്ടിൽ വരും. വീട്ടിൽ വന്നു കഴിയുമ്പോൾ അവര് ഈ സെൽഫ് എനുമറേഷൻ ID അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ ആ വിവരങ്ങൾ ഓരോന്ന് ആയിട്ട് ഇതിനകത്ത് വരും. എവിടെയെങ്കിലും തെറ്റുണ്ടെങ്കിൽ അന്നേരം അവർക്ക് എഡിറ്റ് ചെയ്യാം. അത് എഡിറ്റ് ചെയ്ത് പൂർത്തീകരിച്ചതായിട്ട് അവർ വിടുമ്പോൾ മാത്രമേ ഈ ഡേറ്റ നമ്മുടെ സെൻട്രൽ സെർവറിലേക്ക് പോകുന്നുള്ളൂ. ഇപ്പൊ ഇവിടെ ഈ ആകാശത്ത് എവിടെയോ കിടക്കുകയാണ്. അപ്പൊ നമ്മളെ എടുത്ത 34 അവിടെ ചെന്നിട്ടില്ല. ഇത് അങ്ങനെ വായിൽ കിടക്കുക, എവിടെയോ കിടക്കുകയാണ്. ഡേറ്റ എവിടെയോ കിടക്കുകയാണ്. അതൊരു എനുമറേറ്റർ വന്നു കഴിയുമ്പോ അലി മേപ്പാടിന്റെ വീടുകളെ കുറിച്ചുള്ള ഈ വിവരങ്ങൾ ഭാരത സെൻസസിന്റെ മെയിൻ സെർവറിലേക്ക് താങ്ക് യു വളരെ സന്തോഷമുണ്ട്. അപ്പൊ കമന്റുകൾക്ക് മറുപടി കൊടുത്തോളാം. തീർച്ചയായിട്ടും. ഓക്കെ.